ആണവായുധം പ്രയോഗിക്കരുതെന്ന് ചൈന. ഔദ്യോഗികമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇത് പ്രഖ്യാപിച്ചതും ഈ നിർദ്ദേശം നൽകപ്പെട്ടതും. ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ സങ്കീർണമായ രീതിയിലാണ് തുടരുന്നത് എന്നുള്ളതും വലിയ രീതിയിലുള്ള മരണങ്ങൾ സൈനികർക്കിടയിൽ നടക്കുന്നുണ്ട്. വലിയ നാശവും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുന്നു. കുറഞ്ഞ ഭാഗം മാത്രമാണ് പുറത്തു വരുന്നത്, കൂടുതൽ ഭാഗവും പുറത്തു വരുന്നില്ല. ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ് റിപ്പോർട്ടർമാർക്ക് വിവരങ്ങൾ നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഇതിൻ്റെ ഇടയിൽ തന്നെ റിപ്പോർട്ടർമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറയാം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, നാശങ്ങൾ ഉണ്ടാകുന്നത്, ഏത് തരത്തിലാണ് മുന്നേറുന്നത്, ആരാണ് മുന്നേറുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലോകത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അതല്ലെങ്കിൽ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അത് വാർത്തയിൽ നൽകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ രണ്ട് സർക്കാരുകളും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിവരശേഖരം നടത്തുന്ന കാര്യത്തിൽ റിപ്പോർട്ടർമാർ പരാജയപ്പെടുന്നു. നമ്മൾ പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. മാരക യുദ്ധത്തിൻ്റെ ഭീകര മുഖമാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറെക്കുറെ 3 ലക്ഷത്തോളം റഷ്യൻ സൈനികരും ഏറെക്കുറെ 1 ലക്ഷത്തോളം ഉക്രൈൻ സൈനികരും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എണ്ണൽ സംഖ്യ ഒരിക്കലും ഒരു യുദ്ധമുഖത്ത് കൃത്യമല്ല. ഒരു യുദ്ധമുഖത്തും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യവും യാഥാർത്ഥ്യമായിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തോട് പറയുകയുമില്ല എന്നുള്ളത് ഒരു സത്യമാണ്, നഗ്ന സത്യമാണ്. എപ്പോഴും പറയുന്ന സമയത്ത് അവനവൻ്റെ സൈനികരുടെ മരണസംഖ്യ കുറച്ചാണ് പറയുക, അല്ലെങ്കിൽ പറയാതിരിക്കും. അത് നമ്മൾ ഇസ്രായേലിലേക്കോ അമേരിക്കയിലേക്കോ നോക്കിയാൽ മതി. വളരെ കുറച്ചേ പറയൂ, അതല്ലെങ്കിൽ പറയാതിരിക്കുകയാണ് ചെയ്യുക. അത് തൊട്ടടുത്തുള്ള സൈനികർക്ക് മാനസികപരമായിരിക്കുന്ന പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ സൈനികർ നഷ്ടപ്പെട്ടില്ലെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ സ്ഥിതി ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല, വളരെ വളരെ സങ്കീർണമാണ്. അരുംകൊല നടത്തപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ മേഖല പോയിരിക്കുന്നത്. അഥവാ സൈനികരെ പിടികൂടാൻ സാധിച്ചാൽ, എന്ന് വെച്ചാൽ റഷ്യയുടെ സൈനികർക്ക് ഉക്രൈൻ സൈനികരെ പിടികൂടാൻ സാധിച്ചാൽ ആ സമയത്ത് തന്നെ ഭീകരമായ രീതിയിൽ കൊലപാതകം ചെയ്തു, കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചിങ്ങോട്ടും റഷ്യയുടെ സൈനികരെ ഉക്രൈന് കിട്ടുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ജീവച്ഛവമാക്കിയിട്ട് കൊലപ്പെടുത്തുന്ന മാരകമായിരിക്കുന്ന രീതിയാണ് രണ്ട് രാജ്യത്തിലെ സൈനിക വിഭാഗവും ഇപ്പോൾ പോകുന്നത്. യാതൊരു ദയാകാരുണ്യവും ഇല്ലാത്ത രീതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സൈനികരെ പിടിച്ചാൽ അന്താരാഷ്ട്ര മര്യാദ പ്രകാരം വിചാരണ ചെയ്യണം, ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയാണ്. അവർക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നൽകുകയും അത് ഇന്ന ആളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികപരമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും മറ്റ് ശത്രു രാജ്യത്തോട് പറഞ്ഞു കൊടുക്കുകയും വേണം. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നിയമാവലികൾ. അതൊന്നും ഇപ്പോൾ പാലിക്കുന്നില്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആരാണ് ഈ നിയമമൊക്കെ പാലിക്കുന്നത്? നമ്മൾ പാലസ്തീനിലേക്ക് നോക്കിയാൽ ഗസക്കകത്ത് എന്തെങ്കിലും നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? ഇസ്രായേൽ, ഇറാൻ്റെ അകത്തേക്ക് നോക്കിയാൽ എന്തെങ്കിലും നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? അമേരിക്ക അതുകൊണ്ടല്ലേ ക്രൂരമായ രീതിയിൽ അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയത്? ഇപ്പൊ പറയുന്ന കാര്യം, അസേവ് കടലിലും കരിങ്കടലിലും റഷ്യയുടെ ഇന്ധന ടാങ്കുകളും ഷാഡോ ഫ്ലീറ്റ് കപ്പലുകളും ലക്ഷ്യമിട്ട് ഉക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തിൽ 48 റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ, ഈ പറയപ്പെട്ട കപ്പലുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും കപ്പൽ നഷ്ടവും തങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എണ്ണ സംഖ്യ എത്ര എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. പല മേഖലകളിലും കടലിൻ്റെ ഭാഗങ്ങളിൽ സൈനികരുടെ മൃതദേഹം ഒഴുകി നടക്കുന്നു എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മരണപ്പെട്ടവരാണെങ്കിൽ മൃതദേഹത്തെ ബഹുമാനപൂർവ്വം സൈനികരുടെ മൃതദേഹ സമയത്ത് അത് എടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സൈന്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ പോലും നടക്കുന്നില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. റഷ്യയും അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് സമാനമായിരിക്കുന്ന സ്ഥിതി ബാഗ്ദാദിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ബാഗ്ദാദിലൂടെ ഒരു യൂറോപ്യൻ പത്രക്കാരൻ അല്ലെങ്കിൽ മീഡിയക്കാരന് യാത്ര ചെയ്യുന്ന സമയത്ത്, യാത്ര എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുമായിട്ട് പോകുന്ന സമയത്ത് അയാൾ കണ്ട ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ഒരുപാട് ഈ സദ്ദാം ഹുസൈൻ്റെ സൈനികർ അല്ലെങ്കിൽ ഇറാഖിൻ്റെ സൈനികർ വയ്യോരത്ത് മരിച്ചു കിടക്കുന്ന ഭീകരമായിരിക്കുന്ന രംഗം. വെടിയേറ്റ് മരിച്ചു കിടക്കാണ്ട് ഫുട്പാത്തിൽ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി സാധിച്ചു. അയാൾ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പല തരത്തിലും പല രീതിയിൽ ഇരുന്നു കൊണ്ടും കമയുന്ന രീതിയിലും കാലുകളൊക്കെ അറ്റ രീതിയിലും പല രൂപത്തിലായിരുന്നു
ആ മേഖലയിൽ ഇറാഖിൻ്റെ സൈനികരുണ്ടായിരുന്നത്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥാ സാഹചര്യമായിരുന്നു. അതിനേക്കാൾ ദാരുണമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം ഉക്രൈനും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള. പരസ്പരം ഭീകര ശത്രുക്കളെ പോലെയാണ് ഏറ്റുമുട്ടുന്നത് എന്ന് ചുരുക്കം. സൈനികരും തമ്മിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. ഇതൊന്നും പുറത്ത് റിപ്പോർട്ടായിട്ട് വരാത്തത് കൊണ്ടാണ്. ആ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് പത്രമീഡിയക്കാർക്ക് പ്രവേശനമില്ല എന്നുള്ളതും ഈ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ മറ്റ് മീഡിയക്കാർക്ക് ചോർത്തി കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉക്രൈനിലുണ്ട്, റഷ്യയിലുണ്ട്. അതുകൊണ്ട് വേറെ അറിയുന്നില്ല. അപൂർവമായിരിക്കുന്ന വിവരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ റഷ്യ ചില മേഖലകൾ വല്ലാത്ത രീതിയിൽ പരാജയപ്പെടുന്ന സമയത്ത് ലോകം പേടിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്ന്. പ്രയോഗിക്കരുത് എന്ന് അമേരിക്കയ്ക്ക് പറയാൻ പറ്റില്ല, കാര്യം അവർ പ്രയോഗിച്ചവരാണ്. 5500 ആണവ ആയുധം നിലവിൽ റഷ്യയുടെ കൈവശത്തിലുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളത് റഷ്യയുടെ കൈവശത്തിലാണ്. 4700 മുതൽ ഏകദേശം 4900 വരെയാണ് അമേരിക്കയുടെ കൈവശത്തിലുള്ള ആണവായുധം. രണ്ടാം സ്ഥാനമുണ്ട്, പക്ഷെ വളരെ പിറകിലാണ് എന്ന് ചുരുക്കം. ഉക്രൈൻ്റെ കൈവശത്തിൽ നിലവിൽ ആണവായുധമൊന്നുമില്ല. 1990 സോവിയറ്റ് യൂണിയൻ്റെ ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ തകർച്ചയോടനുബന്ധിച്ചാണ് എന്തുണ്ടാകുന്നത്, ഉക്രൈൻ ഒരു രാജ്യമായിട്ടുണ്ടാകും 1990 കാലഘട്ടത്തിൽ. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉക്രൈൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ആണവായുധങ്ങൾ അപ്പാടെ മുഴുവനായിട്ട് വാങ്ങുകയും അത് സോവിയറ്റ് യൂണിയൻ പിന്നീട് അത് റഷ്യ ആയിട്ട് മാറി റഷ്യ സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ 12ലധികം രാജ്യങ്ങളായിട്ട് സോവിയറ്റ് യൂണിയൻ വിഘടിച്ച് പോയിട്ടുണ്ട്. ആ സമയത്ത് ഇവരുടെയൊക്കെ പരമാവധി രാജ്യങ്ങളൊക്കെ ഈ ആണവായുധം ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിയിട്ട് റഷ്യ സൂക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലൊരു പ്രശ്ന വിഷയങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തങ്ങൾ ഇടപെടൽ നടത്തും എന്ന് അന്ന് റഷ്യ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഉക്രൈനിലെ ഏറെക്കുറെ 19 മുതൽ 23% വരെ ഭൂപ്രദേശം റഷ്യയുടെ കൈവശത്തിലാണ് അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഭൂമി പിടിച്ചെടുക്കുന്ന സമയത്ത് റഷ്യ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഈ റഷ്യൻ യൂണിയനിലേക്ക് അത് കൂട്ടിച്ചേർക്കുകയും അത് റഷ്യയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതുപോലെ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിക്കപ്പെട്ട ഭൂമി അപ്പാടെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഗസയും വെസ്റ്റ് ബാങ്കും ഈ ലെബനാനുമായിട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളും ഈ സിറിയയായിട്ട് കേന്ദ്രീകരിച്ചുള്ള ഗോലാൻ കുന്നിൻ്റെ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ്. പെട്ടെന്ന് അവരെന്ത് ചെയ്ത് കൂട്ടിച്ചേർക്കുന്ന ആ പ്രവൃത്തിയാണ് ഇപ്പം നിലവിൽ റഷ്യ ചെയ്യുന്നത്. ക്രിമിയ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഉക്രൈൻ്റെ മേഖല 2014 മുതൽ റഷ്യൻ നിയന്ത്രിത മേഖലയായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്. റഷ്യ തന്നെ പറയുന്നത് ഞങ്ങളുടെ മേഖലയാണ് എന്നുള്ളത്. കുറഞ്ഞ ഭാഗമൊക്കെ മാത്രമേ ഉക്രൈന് യഥാർത്ഥത്തിൽ അവകാശമുള്ളൂ, ബാക്കിയെല്ലാം കൈകാര്യം ചെയ്യുന്നപ്പോൾ റഷ്യ ആണെന്ന് ചുരുക്കം. ലുഹൻസ്ക്, ഡണസ്ക്, സ്പോരിജിയ, കർബസ് എന്ന് പറയുന്ന സ്ഥലം ഇവയെല്ലാം ഇപ്പോൾ റഷ്യ ഈ അടുത്ത കാലത്ത് പിടിച്ചെടുക്കപ്പെട്ടതാണ്. പിടിച്ചെടുക്കപ്പെട്ടാൽ വേഗം ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർക്കും, എന്നിട്ട് അത് റഷ്യൻ യൂണിയനായിട്ട് പ്രഖ്യാപിക്കും. അവിടെ പിന്നെ റഷ്യൻ ഭാഷയെ സംസാരിക്കാൻ പറ്റൂ. മാത്രമല്ല ഉക്രൈനിലുള്ള നല്ലൊരു ശതമാനം ആളുകൾക്ക് റഷ്യൻ ഭാഷ അറിയാം. ഉക്രൈൻ ഭാഷ വളരെ കുറവാണ്. ഉക്രൈൻ്റെത് യഥാർത്ഥത്തിൽ പ്രാദേശിക ഭാഷയായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത്. റഷ്യ ആയിരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരമാവധി 95% ആൾക്കാർക്ക് റഷ്യൻ ഭാഷ അറിയാം. ഉക്രൈൻ ഭാഷ പ്രാദേശിക ഭാഷയായിട്ടാണ് അന്ന്. പിന്നെ ഉക്രൈൻ രാജ്യമായതോടുകൂടി ഉക്രൈൻ്റെ ഭാഷ എന്താക്കി അതൊരു ദേശീയ ഭാഷയായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ റഷ്യൻ ഭാഷ അറിയാം എന്നുള്ളതാണ് ചുരുക്കം. ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ പലതരത്തിൽ പല രീതിയിലുമാണ്. 4ലധികം തവണ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. 6ലധികം തവണ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ വേണ്ടി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ശ്രമിച്ചിട്ടുണ്ട് എന്ന് റഷ്യയുടെ ചില റിപ്പോർട്ട് കാണും. അപ്പോൾ രാഷ്ട്ര നേതാക്കന്മാരെ പരസ്പരം വധിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം സാധൂകരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് തനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. താൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കടുത്ത ആക്രമണം ഇറാന് നേരെ നടത്താൻ താൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
ഭരണാധികാരികളെ ലക്ഷ്യം വെക്കുക എന്നുള്ള സ്വാഭാവികപരമായിട്ട് എല്ലാ കാലത്തും അമേരിക്ക അടക്കമുള്ള സംഘങ്ങൾ ചെയ്യാറുള്ളതാണ്. ഏതൊരു രാജ്യം അവർ പിടിച്ചടക്കുകയോ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിച്ചാൽ അവർ ആദ്യം ലക്ഷ്യം വെക്കുക ഭരണാധികാരികളായിരിക്കും. ഒരുപാട് ഉദാഹരണമല്ലോ. നമുക്ക് സദ്ദാം ഹുസൈൻ അതൊരു ഉദാഹരണമാണ്, ലിബിയൻ പ്രസിഡന്റ് ഗദ്ദാഫി ഉദാഹരണമാണ്, ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഹുസ്നി മുബാറക് ഉദാഹരണമാണ്, ഈ അഫ്ഗാനിസ്ഥാൻ ഉദാഹരണമാണ്, സുഡാൻ ഉദാഹരണമാണ്, ഈ സിറിയ ഉദാഹരണമാണ്. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ തന്നെയുള്ളൂ. പിന്നീട് ഈ ക്യൂബയും ഈ വെനിസുലയൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. വെനിസുല തട്ടിക്കൊണ്ടുപോയി നമുക്കറിയാം, കൊന്നതിന് ഫലമാണ്, അയാളിന് തിരിച്ചു വരാൻ വരുമോ പ്രയാസമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ റഷ്യ അവരുടെ രീതിക്കനുസരിച്ച്, പ്രത്യേകിച്ച് ഒരു ഏകാധിപത്യ സ്വഭാവ സംവിധാനമുള്ള പ്രസിഡന്റാണ് വ്ളാഡിമിർ പുടിൻ എന്നതിനാൽ ആണവായുധം പ്രയോഗിക്കുമോ എന്നൊരു സംശയം ലോകത്തിനിപ്പോൾ ഉണ്ട്. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈന പറഞ്ഞത് നിങ്ങൾ ആണവായുധം പ്രയോഗിക്കരുത് എന്ന്.